ഒരുപാട് അപ്രിസിയേഷൻസ് വന്നു മൂടിയ ഒരു കാലമുണ്ടായിരുന്നു. അതൊരിക്കലും സ്കൂൾ പെർഫോമൻസിൽ ക്ലാസ് ടോപ്പേഴ്സിന്റെ ലിസ്റ്റിൽ വന്നപ്പോഴോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പ്രൈസ് കിട്ടിയപ്പോഴോ ഒന്നും ആയിരുന്നില്ല. അതെപ്പോഴും ഒരു നല്ല പെൺകുട്ടി ഇമേജിന് വേണ്ടി മുതിർന്നവരുടെ കൂടെ കുക്കിംഗ് ആൻഡ് കുക്കിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ വീട്ടിലെ മറ്റു പണികൾക്കൊക്കെ കൂടുമ്പോഴായിരുന്നു. സ്കൂൾ പെർഫോമൻസിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ടാലന്റുകൾക്കോ കിട്ടാത്ത സപ്പോർട്ട് ഈ കാര്യത്തിൽ കിട്ടിയപ്പോൾ അതൊരു ട്രാപ്പാണെന്ന് അപ്പോൾ മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലാവുന്നു. പെൺകുട്ടികൾ വീട്ടിലെ പണികൾ ചെയ്യേണ്ടവരാണെന്നും ആൺകുട്ടികൾ ആ പരിസരത്തേക്ക് വരാനേ പാടില്ല എന്നുമുള്ള ചിന്താഗതിക്ക് ഇന്നത്ര പ്രസക്തി ഇല്ലെങ്കിലും അന്ന് ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ വളർന്ന പെൺകുട്ടികൾ പിന്നീട് അമ്മമാരായപ്പോഴായിരിക്കാം ഈ ജെൻഡർ ഇക്വാലിറ്റി, അവനവന് സർവൈവ് ചെയ്യാനുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് ഒക്കെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചിരിക്കണമെന്നും ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നത് ബോയ്സിന്റെ മാത്രം ബാധ്യതയല്ല എന്നതും പെൺകുട്ടികളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ള ചിന്താഗതികളൊക്കെ മുന്നോട്ട് വന്നത് വളർന്നു വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാരോടാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. റീസെന്റ് മാത്രം നമ്മൾ പരിചയപ്പെട്ട ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും അഫക്ട് ചെയ്യാത്ത, പരസ്പരം റെസ്പെക്ട് ഉള്ള, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഈക്വലി ഷെയർ ചെയ്ത് മൂവ് ചെയ്യുന്ന വളരെ ഭംഗിയുള്ള ആ ഒരു ജനറേഷനെ കീപ്പ് ചെയ്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുവരാൻ